Asylum Learning Shweta ആണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് കേട്ടോ മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാം. മക്കളെ, നിങ്ങൾ എല്ലാവരും ഈ ഒരു ചിത്രത്തിൽ കാണുന്നുണ്ട് കുറച്ച് മോട്ടോർ സൈക്കിളുകൾ, കാറുകൾ, ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടല്ലേ. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതറിയോ? ഇത് എത്ര വരികളുണ്ട്, എത്ര നിരകളുണ്ട്, എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്ന് എണ്ണീറ്റ് നമ്മൾ ഈ ഒരു ടേബിളിൽ, ഈ താഴെ കാണുന്ന ഈ ഒരു ടേബിളിൽ നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് അവരുടെ ടോട്ടൽ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതേ വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ടോട്ടൽ ആകെയുള്ളത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. നമ്മൾ എണ്ണാതെ തന്നെ നമുക്ക് അവരുടെ ആകെയുള്ള എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്, ആദ്യം തന്നെ ബസ് ആണ് ചോദിച്ചത്. എത്ര വരികളാണ് ബസ്, എത്ര വരികളാണ് ബസ് എന്നാണ് ചോദിച്ചത്. മക്കളെ, വരികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എണ്ണേണ്ടത്. യെസ്, എത്ര വരികളാണ്? 1 2 3 4. എത്ര റോസ് ആണ്? 1 2 3 4. 4 റോസ് ആണ്. അപ്പൊ മിസ് ഇതാ ബസ്സില് 4 റോസ്. വരികൾ എന്നുള്ളത് മിസ് 4 എന്ന് എഴുതി വെച്ചു. വരികളും നിരകളുമാണ്. വരികളില് മിസ് 4 എന്ന് എഴുതി വെച്ചു. ഇനി നമ്പർ ഓഫ് കോളംസ്, എത്ര കോളംസ് ആണ്, എത്ര നിരകളാണ് എന്നാണ് ചോദിച്ചത് നമ്മുടെ ബസ്സില്. നിരകൾ നിങ്ങൾ നോക്കിക്കേ, 1 2 3. 3 നിരകളാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. വരികളും നിരകളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ ആകെ എത്രയാണ്, ആകെ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 4 × 3 അഥവാ 4 × 3 ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ സെറ്റ് ആയിട്ട് അറിയുന്ന മക്കളാണ്. അപ്പൊ ഒന്നും തന്നെ ആലോചിക്കാതെ നിങ്ങൾ എഴുതും 12. 4 × 3 12 ആണ് മിസ്സേ എന്നെ മക്കൾ പറയൂലേ. അപ്പൊ നമ്മൾ ടോട്ടൽ 12 എഴുതി. ഇനി അടുത്തത് മോട്ടോർ സൈക്കിളാണ്. മോട്ടോർ സൈക്കിളുകൾ നിങ്ങൾ നോക്കിക്കേടാ. ഇതിൽ വരികൾ എത്രയുണ്ട്? 1 2 3 വരികളാണ്. 3 റോസ് ആണ് നമ്മളുടെ മോട്ടോർ സൈക്കിളിനുള്ളത്. ഇനി നിരകളോ, കോളംസ് എത്രയാണ്? യെസ്, 1 2 3 4 5 6. യെസ്, 6 കോളംസ് ആണ്, 6 നിരകളാണ് നമ്മളുടെ മോട്ടോർ സൈക്കിളിനുള്ളത്. അപ്പോ ആകെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയുവാടാ? അതെ, 3 × 6 അഥവാ 3 × 6 ചെയ്താൽ മതി മിസ്സേ എന്നെ മക്കള് പറയും. 3 × 6 എല്ലാവർക്കും അറിയാം, അടിപൊളിയായിട്ട് അറിയാം, പഠിച്ചതാണ്. 3 × 6 എന്ന് പറയുന്നത് 18 ആണ്, 18 ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ 18 എന്ന് എഴുതി വെച്ചു. ഇനി അടുത്തതോ കാറുകൾ ഉണ്ട് അല്ലേ. യെസ്, കാറുകള് നമ്മൾ നോക്കിക്കേ, എത്ര വരികളാണ്? 2 വരികളാണ്. അപ്പൊ 2 റോസ് എന്ന് നമ്മൾ എഴുതി വെക്കും. ഇനി കോളംസോ, എത്ര നിരകളാണെടാ? 1 2 3 4. യെസ്, 4 കോളംസ് ആണ്. 4 കോളംസ് ആണ്. അപ്പൊ 2 × 4 ചെയ്യാലേ. 2 × 4 8 ആണ് മിസ്സേ. യെസ്, എന്റെ മക്കൾക്ക് എല്ലാം അറിയുന്ന മക്കളാണ്. ഇനി എന്ത് ചെയ്താൽ മതി? ആകെ ഇവിടെ എത്ര വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. അപ്പൊ നമ്മള് 12 + 8 + 8 ചെയ്യൂലേ. ഇത് 3ഉം കൂടെ കൂട്ടാം. 1ന്റെ സ്ഥാനത്ത് ഏതൊക്കെയാണ്? 2ഉം 8ഉം 8ഉം അല്ലേ. 2 + 8 10 ആണ്. 10 + 8 18. ഇനി ഈ 3 ഒന്നുകൂടെ കൂട്ടിയാലോ? 1 + 1 + 1 3 ആണ്. അപ്പൊ 38 വണ്ടികളാണ് ആകെ ഈ ഒരു ചിത്രത്തിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.